ഹലോ ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് ആവിയിലൊന്ന് പുഴുങ്ങാൻ വയ്ക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഈന്തപ്പഴവും കൂടെ ചേർത്താണ് നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കുന്നത്. നെല്ലിക്ക ആദ്യം ആവിയിൽ പുഴുങ്ങിയെടുക്കുക. അതിന് ശേഷം അടുപ്പിലോട്ടൊരു ചട്ടി വച്ച് കൊടുക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടുതൽ ദിവസം കേടാകാതിരിക്കണമെങ്കിൽ നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളകിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം അത് രണ്ടും കൂടെ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് തീ കുറച്ചിടണം. കുറച്ചിട്ടിട്ട് അതിലേക്ക് വേണ്ടുന്ന പൊടിവകകൾ ചേർത്ത് കൊടുക്കണം. പൊടിവകകളെന്ന് പറയുമ്പോൾ മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, അതിനുശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി, ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുരുകളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഈന്തപ്പഴം ആ എണ്ണയിലിട്ട് നന്നായി ഒന്ന് വഴട്ടിയെടുക്കണം. അതൊന്ന് ഉടഞ്ഞ് വരണം. കുരു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈന്തപ്പഴം ഒന്ന് ഉടഞ്ഞ് വരണം. ആ എണ്ണയിൽ കിടന്നൊന്ന് നന്നായി ഒന്ന് വഴണ്ട് ഉടഞ്ഞ് വരണം. അത് നമ്മൾ ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് കൊടുക്കണം. ഈന്തപ്പഴം ചേർത്ത് ഉണ്ടാക്കുന്ന നെല്ലിക്ക അച്ചാർ നല്ല ടേസ്റ്റാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കണം. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിൽ ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഇളക്കി ആ പൊടിവകകളും എണ്ണയും എല്ലാം ഉപ്പും എല്ലാം കൂടി നന്നായി ഈന്തപ്പഴം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ച ആറിയ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്, പച്ചവെള്ളമല്ല. ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് ഇളക്കി നന്നായി ഒന്ന് തിളയ്ക്കണം. തിളച്ച അരപ്പെല്ലായിടവും ഒന്ന് പിടിക്കണം. അരപ്പെല്ലായിടവും ഒന്ന് പിടിക്കാൻ വെച്ചതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഈ അച്ചാറിന് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇളക്കി ഈന്തപ്പഴം അതിലോട്ട് നന്നായിട്ട് പിടിക്കണം. നെല്ലിക്കയുടെ കൂടെ ചേർന്ന് പിടിക്കണം. അതിനു വേണ്ടിയാണ് ഇത്രയും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി കൊടുത്ത ശേഷം ഇപ്പോൾ കണ്ടോ, കുറച്ചുകൂടെ ഒരു വ്യത്യാസം വന്നുണ്ടോ. ഈന്തപ്പഴം അലിഞ്ഞ് അതിലേക്ക് നന്നായിട്ട് ചേർന്ന് പിടിക്കണം. എന്നാലേ ആ രുചി ഇറങ്ങത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും എല്ലാം തിളച്ച് വറ്റണം. ഈ അച്ചാർ നമ്മൾ 2 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇതിൽ വെള്ളമൊക്കെ ചേർത്തതായതുകൊണ്ട് പൂപ്പൽ വന്നാൽ അറിയത്തില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പം നമ്മൾ ആ അച്ചാറിൻ്റെ ആ ഒരിത് മാറി കുറച്ചുകൂടെ നല്ല ഒരിതായി, കാണാൻ നല്ലൊരു കളർഫുള്ളായി. ആ ഈന്തപ്പഴം എല്ലാം അതിലോട്ട് നന്നായി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈന്തപ്പഴം നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കാൻ